നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം 28 സാംസ് 28 വാക്യ പ്രതിവാക്യമായി വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനം 28 അതിൻ്റെ 9 വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. സാംസ് 28 വായിക്കുന്നു. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെയാകാതിരിപ്പാൻ തന്നെ. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയും അവർ വിവേചിക്കായകൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ട ഒരു നല്ല കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് നമ്മുടെ കരമുയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ശബ്ദം കേൾപ്പാൻ ആരുമില്ലാതിരുന്നപ്പോൾ കർത്താവേ, ഞങ്ങളുടെ ശബ്ദം കേട്ട് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ, അല്പസമയം തിരുസന്നിധിയിലായിരിക്കട്ടെ, കൃപ കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മളെല്ലാവർക്കും പ്രാർത്ഥനയുടെ ദിവസങ്ങളിലായിരിക്കാം. ഈ പകൽക്കാലം കടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ പിതാക്കന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞപ്പോൾ അപ്പന്മാരുടെ മുഖത്തൊക്കെ ഒരു ചിരി. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പന് ആ സന്തോഷമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. 2 കാര്യം. ഒന്ന്, ഈ സങ്കീർത്തനം എഴുതിയ ദാവീദാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭക്തൻ്റെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായത്, ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ മിണ്ടാതിരുന്നാൽ എൻ്റെ സ്ഥിതി വളരെ അപകടമാണ്. നീ മിണ്ടാതിരുന്നാൽ ഞാൻ എവിടെ പോകുന്നാണ് പറയുന്നത്? കുഴിയിൽ. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മളെ ഇവിടെ ജീവനോടെ ആയിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? നാം പ്രാർത്ഥിച്ചപ്പോൾ, നാം നിലവിളിച്ചപ്പോൾ, ആരും നമ്മുടെ ശബ്ദം കേൾക്കാനില്ലാതിരുന്നപ്പോൾ, ആരും നമുക്ക് വേണ്ടി സംസാരിക്കാനില്ലാതിരുന്നപ്പോൾ, സ്വർഗം എനിക്കും നിനക്കും വേണ്ടി സംസാരിപ്പാൻ വാ തുറന്നത് കൊണ്ടാണ് ഇന്ന് പകൽ നാം ജീവനോടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ പാട്ടോടെ അവനെ സ്തുതിക്കുന്നു. കാരണം എന്താ? എൻ്റെ പ്രാർത്ഥന കേട്ടു. അല്ലെങ്കിൽ ഒരു പാടില്ലേ, എന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ എവിടെ ചെല്ലുമായിരുന്നു? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം എൻ്റെ വിഷയത്തിന് വേണ്ടി സംസാരിച്ചു എന്നുള്ളവരും ഇനിയും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും കരമൊരു ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. മനുഷ്യൻ, നമുക്ക് പലപ്പോഴും പരാതിയുണ്ട്, കർത്താവേ അവർ വന്നിട്ടൊന്നും മിണ്ടാതെ പോലും പോയല്ലേ. അപ്പം നമുക്കിന്ന് വളരെ മിണ്ടലുകളും സംസാരങ്ങളൊക്കെ വളരെ കുറവാണ്. നൂതന മീഡിയങ്ങളും മാധ്യമങ്ങളൊക്കെ ആ തരത്തിലായി പോയത് കൊണ്ട് നമുക്ക് 2 മിനിറ്റ് കിട്ടിയാൽ ആരും സംസാരിക്കാനില്ലെങ്കിലും നമുക്ക് ചെലവഴിക്കാനുള്ള മാധ്യമങ്ങളുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ഒന്നുമില്ല. ഹല്ലേലൂയ. ഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ആഗ്രഹം, ദൈവം എന്നോട് സംസാരിക്കണം, വാ തുറക്കണം, എന്നോട് മിണ്ടണം. ദൈവം സംസാരിച്ച ആ ശബ്ദം കേട്ട എത്ര പേരുണ്ട് ഇവിടെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, അവിടെ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിക്കണം. നമ്മൾ പലപ്പോഴും മിണ്ടാൻ തുടങ്ങിയാൽ അതെല്ലാം അപകടത്തിൽ ചെന്ന് കലാശിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നല്ല രീതിയിൽ തുടങ്ങും, പക്ഷേ ചിലപ്പം പറഞ്ഞു വരുമ്പോൾ അത് വാക്കുകളുടെ പെരുപ്പത്താൽ എന്തുണ്ടാകുന്നു? ലംഘനമുണ്ടാകുന്നു, പാപമുണ്ടാകുന്നു.
പക്ഷെ ഇവിടെ ദാവീദ് പറഞ്ഞു, കർത്താവേ നീ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണം. പുറപ്പാട് 14:14 പറയുന്നത് ഇങ്ങനെയാണ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 39 പറയുന്നത് ഇങ്ങനെയാണ്, നന്മയെ ഗണ്യമാക്കാതെ ഞാൻ ഉരിയാടാതെ, പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ചില നന്മകളൊക്കെ എന്ത് ചെയ്യാമായിരുന്നു, എനിക്ക് വരുമായിരുന്നു. പക്ഷെ ഞാൻ അത് ഗണ്യമാക്കാതെ ദൈവസന്നിധിയിൽ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ വിഷയങ്ങൾക്കും പ്രതികരിക്കാൻ പോകല്ലേ. പ്രതികാരം ആർക്ക് കൊടുക്കണം? യഹോവയ്ക്കുണ്ട്. നമുക്ക് ചില പരിമിതികളുണ്ട്. പക്ഷെ പരിമിതികളില്ലാത്ത ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ വിഷയത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം അവൻ സംസാരിച്ചു തുടങ്ങും കേട്ടോ. ഹല്ലേലൂയ. ഞാനൊരു അനുഭവം ഈ സമയത്തിരുന്ന് ഓർക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് ജാമ്യം നിൽക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ എൻ്റെ കൂടെ കിടന്ന 5 പേര് വന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നായപ്പോൾ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഇരുട്ടുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടായി. അവിടെ ഒരു മരം നട്ടു വളർത്തിയിട്ടുണ്ട്. അതിൻ്റെ മൂലയ്ക്ക് പോയി നിന്നിട്ട് എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് ഒറ്റ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ കിടന്ന പാസ് വെച്ചു, അലക്സാണ്ടർ പാസ് എന്ത് പറ്റി? ഞാൻ പറഞ്ഞൊന്നുമില്ല, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഒറ്റ വിളി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ മെസ്സേജ് വന്നു, നിങ്ങൾക്ക് ജാമ്യം നിൽക്കാൻ ആളായി. നിന്റെ ഒറ്റ വിളിയിൽ ഇന്ന് പകൽക്കാലം ദൈവം പ്രതികരിക്കും കേട്ടോ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ ഹല്ലേലൂയ ഈ ലോകം കാണാതെ പോകുമ്പോൾ നിനക്ക് വേണ്ടി വാതുറന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരും പ്രതികരിക്കാനില്ല, ആരും നിനക്ക് വേണ്ടി സംസാരിക്കാനില്ല, ആരും മധ്യസ്ഥത അടയ്ക്കാനില്ലെന്ന് ഇന്ന് പകൽ നീ ഭാരപ്പെടണ്ട. നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരവരുളുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ യെരിഹോവിന്റെ തീരത്ത് സ്തോത്രം അതിൻ്റെ അരിയിൽ കൂടെ പോകുമ്പോൾ, പട്ടണത്തിൽ കൂടെ പോകുമ്പോൾ ഒരു കുരുടൻ അവിടെ ഇരുന്ന് പ്രൈസ് ദി ലോർഡ് നിലവിളിച്ചു. മുന്നടക്കുന്നത് എന്നാ പറഞ്ഞു? മനുഷ്യൻ മിണ്ടാൻ സമ്മതിക്കത്തില്ല. സത്യത്തിൽ നമ്മൾ ഭാരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ എത്ര പേര് കേൾക്കും? പക്ഷെ ഇതുവരെ എൻ്റെ ഭാരം പറഞ്ഞിട്ട് മതി എന്ന് പറയാതെ, മടുത്തു പോകാതെ കേട്ട ഒരു ദൈവം തമ്പുരാൻ ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലരും നിന്നെ മടുത്തു മാറിക്കളയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. മുന്നടക്കുന്നവർ പറഞ്ഞു മിണ്ടരുത്. പക്ഷെ യേശു സംസാരിച്ചു, അവനെ വിളിക്ക്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്നെ വിളിച്ച് നിന്റെ കാര്യം ചോദിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. ഹല്ലേലൂയ. ആരും അറിയാതെ ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ വേദനയോടെ ഇരിക്കുന്ന ഹൃദയത്തോടെ എനിക്ക് പറയാനുള്ളത്, നിന്റെ ഭാരം അറിഞ്ഞ് നിന്നെ വിളിച്ച് ഹല്ലേലൂയ വിഷയം ചോദിച്ച് പരിഹാരം തരുന്ന ഒരു കർത്താവുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. കൊണ്ടുവന്നിട്ട് അവരുടെ ആഗ്രഹം മുഴുവൻ ഇവളെ ഒന്ന് അപമാനിക്കണമെന്നാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവോ മിണ്ടാതിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. യേശു എന്ത് ചെയ്തില്ല? ഇന്നത്തെ പകൽക്കാലം ആ ഒറ്റ യോഗ്യതയെ നമുക്കുള്ളൂ. യേശു പലയിടത്തും മിണ്ടിയിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ യാത്ര എവിടെയാകുമായിരുന്നു പ്രിയപ്പെട്ടവരെ? പ്രതികരിക്കേണ്ട സ്ഥാനത്ത് നിനക്ക് വേണ്ടി പ്രതികരിക്കുകയും നിനക്ക് വേണ്ടി മിണ്ടാതിരിക്കേണ്ട സ്ഥാനത്ത് മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വാഴ്ത്തപ്പെട്ടവനായ ദൈവം എനിക്ക് ജീവിക്കുന്നെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അവൾ ഭൂമിയിൽ കാണാൻ പാടില്ല, അവളുടെ ജീവിതം ഇതുകൊണ്ട് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ സമൂഹം ചുറ്റും കൂടിയപ്പോൾ യേശു മിണ്ടാതിരുന്നു. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ മിണ്ടേണ്ട സ്ഥാനത്ത് യേശു എന്ത് ചെയ്തു? മിണ്ടി. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽക്കാലം എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. പലരും പ്രതികരിക്കാമായിരുന്നിട്ടും മിണ്ടാമായിരുന്നിട്ടും ഒരു വാക്കുകൊണ്ട് സഹായിക്കാമായിരുന്നിട്ടും അവിടെ നിന്നൊക്കെ അനങ്ങാതെ മാറി നിന്നപ്പോൾ കണ്ണുനീർ കണ്ട് മറികടക്കാത്തൊരു തമ്പുരാൻ ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രതികരിച്ചത് കൊണ്ടാണ്, എനിക്ക് വേണ്ടി വാതുറന്നത് കൊണ്ടാണ്, അവൻ മിണ്ടിയത് കൊണ്ടാണ് ശവക്കുഴിയിൽ പോകാതെ ഇന്ന് പകലിൽ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തനാക്കിയ എൻ്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തുകയാ. ധൈര്യമായിരിക്കെ.
ധൈര്യമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, ഭയപ്പെടേണ്ട. ഭക്തന്മാർ എവിടെയെല്ലാം നിലവിളിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അടുത്ത ആഴ്ച കൊണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുകയല്ലേ? നീ ഏത് വിഷയത്തോടെയാ ഭാരപ്പെടും? നമ്മളെല്ലാ വിഷയമൊന്നും എല്ലാവരും പറയാനില്ലല്ലോ. ഇന്ന് പകലിൽ ഹല്ലേലൂയ നിന്റെ ഹൃദയവേദന അറിയുന്ന ദൈവം. നിനക്ക് വേണ്ടി ജോലിക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലേ? നിനക്ക് വേണ്ടി സഭയിൽ പറയാൻ ആരുമില്ലേ? നിനക്ക് വേണ്ടി സമൂഹത്തിൽ പറയാൻ ആരുമില്ലേ? ഹല്ലേലൂയ. ഭാരപ്പെടണമെന്ന് ധൈര്യമായിരിക്കുക. വചനത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഹൃദയം നുറുങ്ങിയവളാണെങ്കിൽ, ഇനി ആ വിഷയത്തിന് ഇന്ന് പകൽക്കാലം ഒരു പരിഹാരമുണ്ട്. അതുകൊണ്ട് പറയുക, അവൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ പാട്ടോടെ അവനെ സ്തുതിക്കും. ഈ ആരാധനയ്ക്കൊക്കെ പാട്ട് വെച്ചത് പാട്ടില്ലെങ്കിലും എന്നാന്നൊക്കെ ചോദിക്കാനല്ല. ദൈവം തന്ന നന്മകൾ വാക്കുകളായി പുറത്ത് വന്നപ്പോൾ അത് പാട്ടായതാ. നമുക്ക് വേറെ ഒന്നും പറയാനില്ല. വൻ ശോധനാ വേളയിൽ ഹല്ലേലൂയ നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ സ്തോത്രം. ഞാൻ ഉറപ്പ് പറയാം പ്രിയപ്പെട്ടവരെ, നിനക്കൊരു പ്രതിസന്ധി ആണെന്നറിഞ്ഞാൽ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നവരുടെ വരവ് കുറയും. അത് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഉറപ്പും നല്ല യോശുവയുടെ ഒരു കാര്യമാണ്, നല്ല ഉറപ്പും ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നല്ല ഉറപ്പും. കാരണം അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യും? സംസാരിക്കും. നിനക്ക് വേണ്ടി അവൻ വാ തുറക്കും. നിനക്ക് വേണ്ടി അവൻ മിണ്ടിത്തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി അവൻ വാദിച്ചു തുടങ്ങും. എന്നോട് വാദിക്കുന്നതിനോട് നീ വാദിക്കണമേ. ഇന്ന് പകൽക്കാലം ഞാൻ വാക്കുകൾ നിർത്തുമ്പോൾ എനിക്ക് സഭയോട് പറയാനുള്ളത്, നല്ല ഉറപ്പോടെ പോകും. അപകടം മനസ്സിലാക്കിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിന്റെ വായ ഇന്ന് പകൽക്കാലം ആരാധിക്കാതെ പോകല്ലേ, ദൈവത്തെ സ്തുതിക്കാതെ പോകല്ലേ. മതിമറന്ന് ദൈവസന്നിധിയിൽ ആരാധിച്ച് ബലമേറ്റെടുത്ത് പോകണം. കാരണം എന്താ? ഹല്ലേലൂയ. നീ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലായിരുന്നെങ്കിൽ, അന്ന് ഞാൻ പറഞ്ഞ വിഷയം നീ കേട്ടില്ലായിരുന്നെങ്കിൽ, അന്ന് എല്ലാവരും മാറി നിന്നപ്പോൾ നീ എന്നോട് അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോകുമായിരുന്നു. എന്നെ തകർന്നു പോകാതെ ഇന്ന് പകൽക്കാലം ഇവിടം വരെ കൊണ്ടുവന്ന ഹല്ലേലൂയ നന്മകൾ കാണത്തില്ലെന്ന് പറഞ്ഞപ്പോൾ, തലമുറകളെ കാണത്തില്ലെന്ന് പറഞ്ഞപ്പോൾ, അവരുടെ നന്മ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ, അതിൻ്റെ ഒക്കെ നടുവിൽ ദൈവം എനിക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ കടന്നു പോകാം. നമുക്ക് വേണ്ടി വാദിക്കുന്ന, മിണ്ടുന്ന, സംസാരിക്കുന്ന അതവൻ തക്ക സമയത്ത് അവൻ നിനക്ക് വേണ്ടി സംസാരിക്കും. ധൈര്യത്തോടെ പോകാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.